ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ്. നാം എല്ലാവരും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇടയ്ക്കിടെ നമ്മുടെ ആവശ്യമനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ഡെസ്ക്ടോപ്പുകൾ മാറ്റം വരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഇത് ഒരു കൈറ്റിൻ്റെ എംബ്ലത്തോട് കൂടിയ ഫ്ലാഗൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ലാപ്ടോപ്പും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിശോധിച്ചാൽ ഉബുണ്ടു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു നിശ്ചിത ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു പുതുമയ്ക്ക് വേണ്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ ചേഞ്ച് ചെയ്യാം. അത് എപ്രകാരമാണ് നാം ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ് ഇന്ന്. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. അതിനായി രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ മൗസ് ഏറ്റവും വലത്തെ അറ്റത്തെ ഈ കമ്പ്യൂട്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വരുന്ന മെനുവിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷനായ സിസ്റ്റം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൻ്റെ വിൻഡോ ഇവിടെ ഓപ്പൺ ആകും. ഇതിൽ ധാരാളം ഇതിൻ്റെ ലെഫ്റ്റ് പാനൽ നോക്കുകയാകുമ്പോൾ ഇവിടെ വൈഫൈ, ബ്ലൂടൂത്ത്, ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ധാരാളം മെനൂസ് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെറ്റിങ്സ് ആണ് മാറ്റുന്നത്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ലെഫ്റ്റ് പോർഷനിൽ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്ലിക്ക് കൊടുക്കുമ്പോൾ നിരവധിയായ വാൾപേപ്പറുകൾ എന്ന് പറയുമ്പോൾ പിക്ചേഴ്സിൻ്റെ ഇമേജുകളാണ് നമുക്കിതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന വാൾപേപ്പർ ഇതാണ് നമുക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് എന്ന് കൊടുക്കുക. ജസ്റ്റ് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നാം ഇപ്പോൾ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി വന്നതായി കാണാൻ സാധിക്കും. നാം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. മറ്റൊരു രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റിങ്സിൻ്റെ മെനു എടുക്കാൻ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മെനു നിന്ന് സിസ്റ്റം ടൂൾസ് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ, സിസ്റ്റം ടൂൾ, അതിനകത്ത് പ്രിഫറൻസിനകത്ത് നിന്ന് സെറ്റിങ്സ്. ഒന്നുകൂടെ ഓർക്കുക, ആപ്ലിക്കേഷൻ, സിസ്റ്റം ടൂൾസ്, പ്രിഫറൻസ്, സെറ്റിങ്സ്. ആപ്ലിക്കേഷൻ, സിസ്റ്റം ടൂൾസിനകത്ത് പ്രിഫറൻസ്, അതിനകത്തുനിന്ന് സെറ്റിങ്സ്. ഇപ്പം വന്നതും നേരത്തെ നമ്മളെടുത്ത ഓപ്ഷൻ കിട്ടുന്ന മെനു രണ്ടും ഒന്ന് തന്നെയാണ്. ആദ്യം എടുത്ത ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലാണെങ്കിൽ രണ്ടാമത്തത് മെനൂസിലൂടെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാണ് സെലക്റ്റായി കിടക്കുന്നത്. അതിനകത്ത് നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ ഇപ്രകാരം നമുക്ക് ഒരു പുതുമയ്ക്ക് വേണ്ടിയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പറുകൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കളേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കളർ, പിക്ചേഴ്സ് ഒന്നും വേണ്ട, സിംഗിളായിട്ടുള്ള ഏതെങ്കിലും കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അപ്രകാരവും നമുക്ക് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ നിറം ഒരു കളർ കൊണ്ടായിരിക്കും വരുന്നത്. വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടെ നല്ലൊരു പിക്ചർ കൊടുക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാൾപേപ്പറാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വാൾപേപ്പറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനകത്ത് നിന്ന് ഈ ഒരു ചിത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്രകാരം നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഈസിയായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഇന്നത്തെ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ട്യൂട്ടോറിയൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.